എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് റീസണിങ്ങിന്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ മാരത്തോൺ ക്ലാസ്സുകളൊക്കെ വരാനായിട്ട് പോവുകയാണ്. അപ്പൊ എക്സാമിന് എല്ലാവരും നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ റീസണിങ്ങിന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാനായിട്ട് പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും എക്സാമിന് റീസണിങ്ങിൽ നിന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള മാർക്ക് നമുക്കറിയാലോ. എക്സാമിന്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് അറിയാം. എന്താണ് എക്സാമിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്? നമുക്ക് മാർക്ക് വരുന്നത് എത്രയാ വരുന്നത്? ടോട്ടൽ മാർക്സ് അല്ലെങ്കിൽ ടോട്ടൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ മാർക്കും എത്ര തന്നെയാണ്? 100 മാർക്സ് ആണ് നമുക്ക് വരുന്നത്. അതില് നമുക്ക് ജനറൽ സയൻസിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാത്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, റീസണിങ്ങിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള പാർട്ടിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്. അപ്പോൾ റീസണിങ് നോക്കിയേ 30 ക്വസ്റ്റ്യൻസ് വരുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക് ആണ് ഏത് എക്സാമിനെ സംബന്ധിച്ച്? റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാമിനെ സംബന്ധിച്ച്. എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും ഈ റീസണിങ്ങിൽ നിന്നുള്ള 30 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ടും എന്റെ ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ട് എക്സാം വരെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു ബുക്കൊക്കെ എടുത്ത് എന്റെ ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞു പോകുന്നതിന്റെ ഒപ്പം തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ചില ടിപ്സും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ പെട്ടെന്ന് ഉത്തരങ്ങളിലേക്ക് എത്താം എന്നുള്ള ഐഡിയ ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. റീസണിങ് 30 ക്വസ്റ്റ്യൻസ് വരുന്ന 30 മാർക്ക് വരുന്ന വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടെ കൂടുമല്ലേ? ഓക്കെ. ആദ്യം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഒരുപാട് ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് റീസണിങ്ങിന്റെ സിലബസ്? ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കി വെക്കാനും കൂടിയാണ് ഇത് പറയുന്നത്. ഇനി അതല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിലബസ് നോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സിലബസ് മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യുക? നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്താണ് ഇതിന്റെ സിലബസ്? മക്കളെ എല്ലാവർക്കും അറിയാം ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത്. ഓക്കെ, അനലോഗി ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കോഡിംഗ് ഡീകോഡിംഗ് ഉണ്ട്, സീരീസ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, ബ്ലഡ് റിലേഷൻ ഉണ്ട്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഉണ്ട്, റാങ്കിങ് സീറ്റിംഗ് ഉണ്ട്, വെൻ ഡയഗ്രം ഉണ്ട്, സിലോജിസം ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് അസംഷൻ ഉണ്ട്, കലണ്ടർ ഉണ്ട്, ഡൈസ് ആൻഡ് ക്യൂബ്സ് ഉണ്ട്, മിറർ ഇമേജ് ഉണ്ട്, ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ഈ 30 ക്വസ്റ്റ്യൻസ് അവരെന്ത് ചെയ്യുന്നത്? റീസണിങ്ങിൽ നിന്നുള്ള ടോപ്പിക്കിൽ നിന്ന് പിക്ക് ചെയ്യുന്നത്. അപ്പൊ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് എല്ലാ ഏരിയയും പഠിച്ചോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റൂ. എനിക്ക് നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കുകളും ഒന്ന് റിവൈസ് ചെയ്ത് തരാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും ഈ ഫൈനൽ റാപ്പ് റിവിഷനകത്ത് ശ്രദ്ധിക്കുക. സാറ്റർഡേയും സൺഡേയും ഒക്കെ നമുക്ക് മാരത്തോൺ ക്ലാസ്സുകൾ വരുന്നുണ്ട്. മാരത്തോൺ ക്ലാസ്സുകൾ. അപ്പൊ അത് എന്ത് ചെയ്യുക? രാവിലെ മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ റിവിഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോ നമുക്ക് റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ റീസണിങ്ങിലെ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യനിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇവിടെ എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഇത് ഏത് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? ഫസ്റ്റ് എന്റെ ക്വസ്റ്റ്യൻ അതാണ്. ഏത് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? മക്കളെ നിങ്ങൾ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്ത് ഏത് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? എടാ നോക്കേ, ഫേക്ക് എന്ന് പറയുന്ന ഒരു വേർഡിനെ ഇതാണ് ഇങ്ങനെ മാറ്റി എഴുതിയിരിക്കുന്നു. കോൾ എന്ന് പറയുന്ന ഒരു വേർഡിനെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും മാറ്റി എഴുതിയിരിക്കുന്ന ഒരു ലോജിക് ഉണ്ട്. അതേ സിമിലാരിറ്റി പിക്ക് ചെയ്തുകൊണ്ട് പിക്ക് എന്ന് പറയുന്ന വേർഡിനെ എങ്ങനെയാ മാറ്റി എഴുതിയിരിക്കുന്നതെന്നാണ് കണ്ടെത്തേണ്ടത്. ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫേക്ക് എന്ന് പറയുന്ന വേർഡിനെ എങ്ങനെ മാറ്റി എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണ് ഫേക്ക് എന്ന് പറയുന്ന വേർഡിനെ മാറ്റിയത്? അപ്പൊ അതറിയാമെങ്കിൽ എങ്ങനെയാ മാറ്റിയത്? GZLD എന്നാണ് മാറ്റിയത്. അപ്പൊ FGI എന്ന് വെച്ചാൽ ഒന്ന് കൂടി എന്നല്ലടാ. AZI എന്ന് വെച്ചാൽ ഒന്ന് കുറഞ്ഞു. KLI എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടി. DI എന്ന് പറഞ്ഞപ്പോ ഒന്ന് കുറഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ലോജിക്ക് കിട്ടി. അപ്പൊ എങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്ന വേർഡിന്റെയും ഇതേപോലെ ഒന്ന് പറഞ്ഞേ. പിയുടെ അവിടുന്ന് ഒന്ന് കൂടണം. പിയുടെ അവിടുന്ന് ഒന്ന് കൂടുക എന്ന് പറഞ്ഞാൽ ആരാ? PQ. ഐയുടെ അവിടുന്ന് ഒന്ന് കുറയണം. അപ്പൊ എന്താ? QH വരുന്ന ഏതെങ്കിലും ഉണ്ടോ? എല്ലാം QH ലാ വരുന്നത്. സിയുടെ അവിടുന്ന് ഒന്ന് കൂടണം. എന്താ? DI. QHD വരുന്ന ഏതെങ്കിലും ഉണ്ടോ? രണ്ടെണ്ണമാണ്. അപ്പൊ ഇതും അല്ല. ഇങ്ങനെ ഓപ്ഷൻസിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി കെയുടെ അവിടുന്ന് എന്താണ്? -1. കെയുടെ അവിടുന്ന് -1 എന്ന് പറയുമ്പോൾ ജെ ആണ് വരേണ്ടത്. അപ്പൊ ഈ കൂട്ടത്തിൽ ആരാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ഉത്തരം വരുന്നത്. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. ഇവിടെ എന്താണ്? ആൽഫബറ്റുകളുടെ ഒരു അനലോഗി ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ആൽഫബറ്റുകളുടെ അനലോഗി. എന്താണ് അനലോഗി എന്ന് പറയുന്നത്? സിമിലർ ആയിട്ടുള്ള പാറ്റേൺ അനുസരിച്ച് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള, അപ്പൊ നമുക്ക് രണ്ടെണ്ണം തരും. അപ്പൊ അതിൽ നിന്ന് അതേപോലെ സിമിലർ ആയിട്ടുള്ളതിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ ഇതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നമ്മൾ ഏതാണ്? ഫേക്കിന്റെ എടുത്തു. അപ്പൊ ചിലർ ചോദിക്കും, സാർ എന്താ കോളിന്റെ ചെയ്യാൻ? വേണ്ടടാ, ഇതേപോലെ തന്നെ ആയിരിക്കും കോളിന്റെയും വരുന്നത്. അപ്പൊ അത് ചെയ്ത് നമ്മൾ സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഫേക്കിന്റെ ലോജിക്ക് നമുക്ക് മനസ്സിലായാൽ പിക്ക് നമുക്ക് എന്ത് ചെയ്യാം? അതേ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് ഇതേപോലെ ആൽഫബറ്റുകളുടെ അനലോഗി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഇപ്പൊ ജസ്റ്റ് ചില തോട്ടുകൾ നിങ്ങളുടെ മൈൻഡിലോട്ട് ഇട്ടു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പറ.
സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫിഫ്ത്ത് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പെട്ടെന്ന് പറയാം കേട്ടോ. അപ്പൊ 325, ഓക്കെ. പിന്നെന്താ 781, പിന്നെന്താ വന്നേക്കുന്നത് ആ 11. അങ്ങനെയാണെങ്കിൽ ആര് വരും എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. 325, 325, 325, 325 എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്നാ നിങ്ങളുടെ മൈൻഡിൽ പറഞ്ഞത് 25 എന്ന് വെച്ചാൽ 5ന്റെ സ്ക്വയർ എന്നല്ലടാ വരുന്നത്, ശരിയാണോ? ഓക്കെ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന നമ്പർ നോക്കി 81. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആരാ? 9ന്റെ സ്ക്വയർ. അപ്പൊ സ്ക്വയറുകളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം. അപ്പോ 3 കഴിഞ്ഞു 5ന്റെ സ്ക്വയർ വന്നു, 7 കഴിഞ്ഞു 9ന്റെ സ്ക്വയർ വന്നു. അപ്പൊ എന്തുവാ മക്കളെ ഇവിടെ വന്നിരിക്കുന്നത്? 3 ഒരു ഓഡ് നമ്പർ ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ഓഡ് നമ്പർ അല്ലേ 5, അതിന്റെ സ്ക്വയർ ആ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഓഡ് നമ്പർ ആരാ? 7. 7 കഴിഞ്ഞിട്ടുള്ള ഓഡ് nnumber ആരാ? 9. 9ന്റെ സ്ക്വയർ അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഓഡ് നമ്പർ ആരാ? 11. അപ്പൊ അടുത്ത ആര് വരണം? 13ന്റെ സ്ക്വയർ ആണ് ഇവിടെ വരേണ്ടത്. 13ന്റെ സ്ക്വയർ എത്ര? 169 അല്ലേ വരേണ്ടത്. അപ്പൊ ഇവിടുത്തെ ആ പോയിരിക്കുന്ന പാറ്റേൺ വെച്ചിട്ട് ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ സാധിക്കത്തില്ലേ? അപ്പൊ ഇത്തരം നമ്പറുകൾ വെച്ചുള്ള ക്വസ്റ്റ്യൻസും നമ്പറുകളുടെ അനലോഗി എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് വരാം. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചത് എന്താണ്? ആൽഫബറ്റുകളിൽ നിന്ന് അടുത്തൊരു ആൽഫബറ്റ് കോമ്പിനേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? നമ്പറുകളുടെ കോമ്പിനേഷനിൽ നിന്ന് എങ്ങനെയാണ് നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പൊ ഈ നമ്പറുകളുടെ കോമ്പിനേഷൻ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് എന്ത് മനസ്സിലാക്കിയിരിക്കണം? നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ സ്ക്വയർ ഓഫ് ദി നമ്പേഴ്സ്, ക്യൂബ് ഓഫ് ദി നമ്പേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ വന്നത് മനസ്സിലായല്ലോ എങ്ങനെയാണ്? ഒരു ഓഡ് നമ്പർ, then the next ഓഡ് നമ്പറിന്റെ സ്ക്വയർ, then the next ഓഡ് നമ്പർ, then next ഓഡ് നമ്പറിന്റെ സ്ക്വയർ. ഈസ് വെരി ക്ലിയർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. ഇപ്പൊ ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് മിക്കപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ ക്വസ്റ്റ്യൻ? പറഞ്ഞേ. 12, 1, 1, 2, 9. എന്തെങ്കിലും ഒരു ലോജിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും ഒരു കാര്യം നിങ്ങൾക്ക് ഇത് നോക്കിയപ്പോൾ മനസ്സിലായില്ലേ മക്കളെ? നോക്കിയേ, അടുത്ത നമ്പർ നോക്കുക. 6, 28, 4. ഈ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഇതേ പാറ്റേണിൽ വരുന്ന ഒരെണ്ണമാണ് ഈ കൂട്ടത്തിൽ കിടക്കുന്നത്. അത് ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അത് ആരാണെന്ന് കണ്ടെത്തിയാൽ മാത്രം മതി. ഓക്കെ. അപ്പൊ നിങ്ങൾ പറ എന്താണ്? 12, 9. നമുക്ക് നോക്കുമ്പോൾ കോമൺ ആയിട്ട് മനസ്സിലാവുന്ന കാര്യം, ഇത് ഫസ്റ്റ് നമ്പർ എന്ന് നിങ്ങൾ എടുത്തു. ഇത് ഫസ്റ്റ് നമ്പർ, ഒന്നാമത്തെ നമ്പർ. ഇതേത് നമ്പരാ? സെക്കൻഡ് നമ്പർ. ഇതേത് നമ്പരാ? തേർഡ് നമ്പർ. നിങ്ങൾ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും ചെറിയ നമ്പേഴ്സും, ഈ നടുക്ക് കിടക്കുന്ന നമ്പർ എന്താണ്? ഇച്ചിരി വലിയ നമ്പറുമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും കൂടെ ആഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന സെക്കൻഡ് നമ്പർ കിട്ടുമോ എന്ന് നോക്കുക. അങ്ങനെ വല്ല ലോജിക്കും ഉണ്ടോ എന്ന് നോക്കുക. ഈ കൂട്ടത്തിൽ ഇത് ചെയ്യുന്നതായിരിക്കും എളുപ്പം. 6ഉം 4ഉം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും മക്കളെ? 24 എന്നല്ലേ വരുന്നത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന നമ്പർ എത്ര? 28. അപ്പൊ ഒരു 4ഉം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അപ്പൊ ഇതും മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 28 കിട്ടി. ഒരു ലോജിക്ക് മനസ്സിലായോ? ഫസ്റ്റും സെക്കൻഡും തേർഡും നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4 കൂട്ടിയപ്പോൾ 24 കിട്ടി. ആ കിട്ടിയ നമ്പറിനൂടെ 4 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? നടുക്ക് കിടക്കുന്ന നമ്പർ കിട്ടി. ശരിയാണോ? അപ്പൊ ഇതേ സംഭവം ഇവിടെ നോക്കാം. 12ഉം 9ഉം എത്ര വരുന്നത്? 9, 2, 18. ഈ 18 വരുമ്പോൾ 108. 108ന്റെ കൂടെ 4ഉം കൂടെ കൂട്ടിയ മക്കളെ 112 അല്ലേ വരുന്നത്? ഓക്കെ, 112. ശരിയാണോ? ഓക്കെ. 108ന്റെ കൂടെ 4ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 112 എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലോജിക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടോ? നമുക്ക് നോക്കാം. 18 നമുക്ക് ഇതല്ല, 12 × 12 147. 147 4 കൂടെ കൂട്ടിയാൽ 148. അപ്പൊ ഇത് വരത്തില്ല. 18 × 5 നമുക്ക് 18 × 5 നോക്കി, 8, 5, 40, 1, 5, 4, 90. 90ന്റെ 4 കൂടെ കൂട്ടിയാൽ 94 അല്ലേ വരുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണെന്നുള്ള കാര്യത്തിൽ വല്ല തർക്കമുണ്ടോ? ആദ്യത്തെയും അവസാനത്തെയും നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? +4. 4 കൂട്ടിയപ്പോൾ ആരെ കിട്ടി? സെക്കൻഡ്, നടുക്ക് കിടക്കുന്ന നമ്പർ കിട്ടി. ഇതാണ് ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഒരു പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്. ഈ നമ്പർ പാറ്റേണുകൾ ശ്രദ്ധിക്കുക. അറ്റത്ത് കിടക്കുന്ന സംഖ്യകളെക്കാൾ കുറച്ചുകൂടി വലിയ സംഖ്യയാണ് എവിടെ കിടക്കുന്നത്? നടുക്ക് കിടക്കുന്ന സംഖ്യ. അപ്പൊ നമ്മൾ ചിന്തിച്ചു, ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ചെയ്താൽ നടുക്ക് കിടക്കുന്ന നമ്പർ കിട്ടുമോ എന്ന് നോക്കി. അതിന്റെ ഒരു എൻഡ് ആണ് എന്തെന്ന് പറയുന്നത്. ആദ്യത്തെയും അവസാനത്തെയും നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് +4 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് നടുക്ക് കിടക്കുന്ന നമ്പർ കിട്ടി. ലോജിക് ഈസ് വെരി സിമ്പിൾ. സോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പൊ എപ്പോഴും നമ്മൾ ആദ്യത്തെയും അവസാനത്തെയും നോക്കി നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന പരിപാടി നോക്കുമ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഇവിടെ നിങ്ങൾ പറ. 2, 4, 18. ഓക്കെ. അടുത്ത എന്താ? 4, 6, 50. പറ, എന്തായിരിക്കും വരുന്നത്?
വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. പറ. രണ്ട് അറിയാവുന്നവരങ്ങ് കമന്റ് ചെയ്ത് പോകണം. 2, 4, 18, 4, 6, 50. എന്തെങ്കിലും ലോജിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചാൽ ഇത് ഫസ്റ്റ് നമ്പർ എടുക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചാണെങ്കിൽ ഇത് ഫസ്റ്റ് നമ്പർ. ഈ ആദ്യം കിടക്കുന്നത് ഫസ്റ്റ് നമ്പർ. ഓക്കെ, രണ്ടാമത് കിടക്കുന്നത് സെക്കൻഡ് നമ്പർ, മൂന്നാമത് കിടക്കുന്നത് തേർഡ് നമ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇപ്പൊ 3 നമ്പറുകൾ നിങ്ങൾ കണ്ടല്ലോ. അതില് ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറിനേക്കാളും വലിയ നമ്പറാണ് അറ്റത്ത് കിടക്കുന്ന നമ്പർ. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഈ 18ലോട്ട് എത്താൻ പറ്റുമോ? 2, 4, 2, 4യുടെ മൾട്ടിപ്ലൈ 18. 18ന്റെ ഒപ്പം 10 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 കിട്ടുന്നു. 2, 4, 8 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 8 കിട്ടി. പ്ലസ് 10 കൂട്ടിയപ്പോൾ 18 കിട്ടി. ഇവിടെ 6, 4, 24 പ്ലസ് 10 കൂട്ടിയാൽ 34 ആ വരുന്നത്. അപ്പൊ ആ ലോജിക്ക് അല്ല. വേറെ എന്തെങ്കിലും ലോജിക്ക് കിട്ടുമോ? നോക്കാം. ഇതാ ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ. ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ വരുന്നത് 2ന്റെ സ്ക്വയർ 4. ഇവിടുത്തെ 2ന്റെ സ്ക്വയർ 4. ഓക്കെ, ഈ നമ്പറിന്റെ സ്ക്വയർ എന്താണ്? ഈ നമ്പറിന്റെ സ്ക്വയർ 16. അപ്പൊ എത്ര കിട്ടി? 20. മക്കളെ നോക്കേ, ആദ്യത്തെ നമ്പർ ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയറും സെക്കൻഡ് നമ്പറിന്റെ സ്ക്വയറും കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് 2 കുറയ്ക്കുന്നു. നമുക്ക് എത്ര കിട്ടുന്നു? 18 കിട്ടുന്നുണ്ടല്ലോ. ഇതേ ലോജിക്ക് ഇവിടെയും കൂടെ നോക്കാം. എന്താ? ആദ്യത്തെ നമ്പർ 4, അതിന്റെ സ്ക്വയർ എത്ര? 16. ദെൻ അടുത്ത നമ്പർ അതിന്റെ സ്ക്വയർ എത്ര? 6ന്റെ സ്ക്വയർ 36. അപ്പൊ എത്ര കിട്ടി? 52. 2 സബ്ട്രാക്ട് ചെയ്തു, 50 കിട്ടി. അപ്പൊ ഇവിടെ ലോജിക്ക് ഏകദേശം ഓക്കെയാണ്. എന്താണ് നമുക്ക് കിട്ടിയത്? ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ എടുത്തു, പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ എടുത്തു, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടിയ നമ്പറിൽ നിന്ന് ഇവിടെ 2 കുറച്ചു. കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് 4 കൂട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷനകത്ത് ഏതെങ്കിലും അതുമായിട്ട് സിമിലർ ആയിട്ടുണ്ടോ? നമുക്ക് ചെറിയ നമ്പർ നോക്കാം. 6, 7. 6ന്റെ സ്ക്വയർ 7ന്റെ സ്ക്വയറോടെ കൂട്ടുമ്പോൾ ഇത് ഒരിക്കലും വരത്തില്ല. ഓപ്ഷൻ എ തെറ്റാണ്. 3ന്റെ സ്ക്വയർ 9, 5ന്റെ സ്ക്വയർ 25. നമുക്ക് വരുന്നത് 34. 34ൽ നിന്ന് 2 കുറച്ചു. അപ്പൊ നമുക്ക് 32. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഓപ്ഷൻ ബി എന്ന് പറയുന്ന ലോജിക്കിലോട്ട് എത്താൻ പറ്റി. അപ്പൊ ഇതാണ് പരിപാടി. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടിയ ആൻസറിന്റെ കൂടെ 4 കൂടെ കൂട്ടിയപ്പോൾ നടുക്ക് കിട്ടുന്ന സംഖ്യ കിട്ടി. ഇവിടെയോ ആദ്യത്തെയും രണ്ടാമത്തെയും സംഖ്യയുടെ സ്ക്വയറുകൾ എടുത്ത് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് 2 കുറച്ചപ്പോൾ അറ്റത്ത് കിടക്കുന്ന സംഖ്യ കിട്ടി. ഇവിടെയും ഒരു പോസിബിലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്താണ്? വലിയ സംഖ്യ അറ്റത്ത് കിടക്കുന്ന സംഖ്യ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നോക്കി, എപ്പോഴും നോക്കി, വലിയ സംഖ്യ അറ്റത്ത് കിടക്കുന്ന സംഖ്യ. അപ്പൊ ചിന്തിക്കേണ്ടത് ഈ ആദ്യം കിടക്കുന്ന സംഖ്യകൾ കൊണ്ട് എന്തെങ്കിലും ഫസ്റ്റും സെക്കൻഡും നമ്പറുകളും കൊണ്ട് എന്തെങ്കിലും പരിപാടി ചെയ്താൽ അറ്റത്ത് കിടക്കുന്ന സംഖ്യ കിട്ടുമോ എന്ന രീതിയിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താം. ഇത്തരം ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് 2 ക്വസ്റ്റ്യൻ ഞാൻ തന്നത് നിങ്ങളുടെ ലോജിക്ക് ആ രീതി പ്രാക്ടീസ് ചെയ്യാനാണ്. ഞാൻ വീണ്ടും മോർ ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇവിടെ എന്താ മക്കളെ? ജുപ്പിറ്റർ എന്ന് പറയുന്ന വേർഡ് അതിനെ എങ്ങനെ മാറ്റി? ഇതാ ഇങ്ങനെ മാറ്റി. ഇതാ വേറൊരു വേർഡ് യുറാനസ്, അതിനെ ഇങ്ങനെ മാറ്റി. അങ്ങനെയാണ് എർത്തിനെ എങ്ങനെ മാറ്റാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ എന്താണ് ഈ ക്വസ്റ്റ്യൻ? എവിടെ നിന്നാണ്? കോഡുമായിട്ട് ബന്ധപ്പെട്ട അതായത് കോഡിംഗ് ഡീകോഡിംഗിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കേ, എർത്ത് EARTH ആണ് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് നോക്കാം. ഏതാ നമുക്ക് തന്നിരിക്കുന്നത്? ജുപ്പിറ്ററിനെ എങ്ങനെ മാറ്റി എന്ന് കണ്ടുപിടിക്കാം. ജുപ്പിറ്റർ, നിങ്ങളൊന്ന് പറയാം, ജുപ്പിറ്ററിനെ എങ്ങനെ മാറ്റി? അപ്പൊ ജെയിൽ നിന്ന് നിങ്ങൾ പറഞ്ഞേ എന്താ? കെ. ജെയിൽ നിന്ന് കെയിലോട്ടുള്ള ദൂരം യുവിൽ നിന്ന് ഇവിടെ ഒന്ന് കൂടി എന്നർത്ഥം. യുവിൽ നിന്ന് എന്താ? യു എന്തായി മാറി? എസ് ആയി മാറി. പക്ഷേ ഈ ആൽഫബറ്റ് സീരീസ് നന്നായിട്ട് പഠിച്ചു വെക്കണം. എല്ലാ ക്വസ്റ്റ്യൻസിനകത്തും വളരെ പ്രാധാന്യമുള്ളതാണ്. 26 ആൽഫബറ്റും അവയുടെ പ്ലേസ് വാല്യൂസ്. ഞാനിത് എപ്പോഴും പറയുന്നത് കൊണ്ടാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയാഞ്ഞത്. വളരെ പ്രാധാന്യമുള്ള ഒരു സാധനമാണ് ഈ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 26 ആൽഫബറ്റ്സും അവയുടെ പ്ലേസ് വാല്യൂസും. എയുടെ അറിയാം, ബിയുടെ അറിയാം, സിയുടെ അറിയാം, ഡിയുടെ അറിയാം, ഇയുടെ അറിയാം, എഫിന്റെ 6th ലെറ്റർ ആണെന്നറിയാം, വൈയുടെ 25ാമത്തെ ലെറ്റർ ആണെന്നറിയാം, ഇസഡിന്റെ 26ാമത്തെ ലെറ്റർ ആണെന്നറിയാം, T20 മാച്ച്, T20 വെച്ച് ടിയുടെ 20ാമത്തെ ആണെന്നറിയാം, എന്നും 2 ഹാഫുകളായിട്ട് വരുന്ന എം 13ാമത്തെ ലെറ്റർ ആണെന്നറിയാം, N 14ാമത്തെ ലെറ്റർ ആണെന്നറിയാം. ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് പഠിക്കണം മക്കളെ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അങ്ങനെയാണെങ്കിൽ യു എന്നുള്ള ലെറ്റർ എന്തായി മാറിയെന്ന് നമ്മൾ കണ്ട എസ്, യു എസ് ആയി എന്ന് പറഞ്ഞാൽ എന്തോ മോനെ വരുന്നത്? പറഞ്ഞ് ബാക്കിലോട്ടാ വരുന്നത്. 1, 2, -2. അപ്പം +1 -2. അപ്പൊ അടുത്ത നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു കോമ്പിനേഷൻ വരുവാണെങ്കിൽ അടുത്ത +3 വരണം. പിയിൽ നിന്ന് പി എന്തായി മാറി? എസ്. പി എസ് ആയി മാറി. 1, 2, 3 +3 ആണ്ടോ. അപ്പം നമുക്ക് ഇവിടുത്തെ കോമ്പിനേഷൻ കിട്ടി. ഇവിടെ +1 വരണം, ഇവിടെ -2 വരണം, ഇവിടെ +3 വരണം,
ഇവിടെ -4 വരണം. നമുക്ക് ഇവിടുന്ന് തന്നെ സാധനം കിട്ടുന്നുണ്ടോ നോക്കാം. ഇയിൽ നിന്ന് +1 എഫ് ആണെന്ന് അറിയാലോ. എയിൽ നിന്ന് -2 എയിൽ നിന്ന് -2 ഇങ്ങോട്ട് വരണം. ആരാ വരേണ്ടത്? വൈ. എഫ് വൈയിൽ തുടങ്ങുന്ന 3 എഫ് വൈയിലാണ് തുടങ്ങുന്നത്. ആറിൽ നിന്ന് +3 ആറിൽ നിന്ന് +3 എന്ന് പറയുമ്പോൾ 1 2 3 യു. എഫ് വൈ യു വരുന്ന ആൻസർ ഉണ്ടോ? എഫ് വൈ യു. ഓക്കെ, എഫ് വൈ യു എന്ന് പറയുമ്പോൾ 2 ആൻസർ വന്നു. അടുത്ത ടിയിൽ നിന്ന് -4 ടിയിൽ നിന്ന് -4 എന്ന് പറയുമ്പോൾ 1 2 3 4 എഫ് ഐ യു പി. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇതാണ് ഉത്തരം, ബാക്കി ഒന്നും ആൻസേഴ്സ് അല്ല. അപ്പൊ നമുക്ക് ഓരോ ലെറ്റർ കണ്ടെത്തുമ്പോഴും ഓപ്ഷനുമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഏതാണ് പെട്ടെന്ന് ആൻസറിൽ. നമ്മളെല്ലാം കണ്ടുപിടിച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഏതാണ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്നത് എന്ന് കണ്ടെത്തിയിട്ട് അതിലേക്ക് പോവുക എന്നൊരു രീതി ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത്. ഓപ്ഷൻസിനെ കട്ട് ചെയ്ത് വരണം. അപ്പൊ ആദ്യം എല്ലാത്തിനും എഫ് ആണ്, രണ്ടാമത്തത് വൈ വന്നപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഈ ഓപ്ഷൻ അല്ല എന്ന് വ്യക്തമായിട്ട് ക്ലിയർ ആയി. അങ്ങനെ ഓപ്ഷൻസിനെ കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു രീതിയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ പറ. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്തേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത്. ഒരുപാട് ഡിഫിക്കൽട്ടി ഒന്നും അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്തേ മക്കളെ. ഇതാ, നമുക്ക് ആദ്യം തന്നതൊന്ന് നോക്കണമല്ലോ. ASS അശ്വേഡ് എന്ന് പറയുന്ന വേർഡിനെ മാറ്റി എഴുതിയിരിക്കുന്നത് TTBUEFS. ATI എന്ന് പറയുമ്പോൾ 1 2 3 4 മക്കളെ, അതൊരു വലിയ വേരിയേഷനാണ്. അങ്ങനെ വരത്തില്ല. എപ്പോഴും ഒരു കോമ്പിനേഷൻ വരുന്ന രീതിയിലായിരിക്കും എപ്പോഴും ഈ വേരിയേഷൻ വരുന്നത്. അല്ല ചുമ്മാതെ ഒരു +25 കൂടി അല്ലെ +18 കൂടി അങ്ങനെയൊന്നും വരത്തില്ല. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇത് വൃത്തിയായിട്ട് നോക്കണം. നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ലോജിക്ക് പറഞ്ഞുതരാം. ഇവിടെ നോക്കി മക്കളെ, എപ്പോഴും അതാത് പൊസിഷനിലുള്ള വാല്യൂസ് ഇങ്ങനെ ഇൻക്രീസ് ആയി പോവുക മാത്രമല്ല, ചിലപ്പോൾ ക്രോസ് ലെറ്റർ പാറ്റേണുകളൊക്കെ ഇതിനകത്ത് വരാം. ഇവിടെ നിങ്ങൾ നോക്കി, ഈ ആദ്യത്തെ 3ഉം അവസാനത്തെ 3ഉം നോക്കി, ഇത് സെന്ററിൽ കിടക്കുന്ന ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിരിക്കുക. കണ്ടോ, സെന്ററിൽ കിടക്കുന്ന ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിരിക്കുക. എന്നിട്ട് ഇത് നോക്കേ, ABI STI STI RSI പിന്നെ DEI EFI. അപ്പോ അറ്റത്ത് ക്രോസ് ആയിട്ട് 1 വീതം ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പറ, ക്യാബിനറ്റ് എന്ന് പറയുന്ന വേർഡിനെ എങ്ങനെ മാറ്റാം? സോറി, ക്യാബിനറ്റ് 3ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ ഐ ഇങ്ങോട്ട് തന്നെ പോരുന്നു അല്ലെ, ഐ ഇങ്ങോട്ട് തന്നെ പോരുന്നു. ഓക്കെ, ബി എന്തായി മാറും? സി ആയി മാറും. എ എന്തായി മാറും? ബി ആയി മാറും. സി ഡി ഐ. CBDI വരുന്ന ഇത് 2 എണ്ണമാണ് വരുന്നത്. അടുത്ത TUI CBDTEFI NOI UFO. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രോസ് ലെറ്റർ പാറ്റേൺ ആണ് ഇവിടെ തന്നത്, അത് വെരിഫൈ ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അത് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ ക്ലാസ്സിൽ നമ്മൾ ഓഫ്ലൈനിൽ ക്ലാസ് എടുക്കുമ്പോഴും ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസണിങ് എങ്ങനെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാതിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് നിങ്ങൾ നോക്കി തന്നെ ചെയ്ത് നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് അവിടെ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക മക്കളെ, പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഞാനത് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രാക്ടീസ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാ ഇവിടെ ആൽഫബറ്റും നമ്പറും കൂടെ ഒരുമിച്ച് തന്നിരിക്കുക. ആൽഫബറ്റും നമ്പറും എന്താ തന്നിരിക്കുന്നത്? OT05നെ മാറ്റി എഴുതിയിരിക്കുന്നത് SX07 എന്നാണ്. 5 7 ആയി എന്ന് പറഞ്ഞപ്പോൾ 2 കൂടി. OSI എന്ന് പറയുമ്പോഴോ, OSI എന്ന് പറയുമ്പോൾ 1 2 3 4 4 കൂടി. TXI എന്ന് പറയുമ്പോഴോ, TXI എന്ന് പറയുമ്പോൾ 1 2 3 4. അപ്പം ആൽഫബറ്റ്സുകൾ തമ്മിൽ 4 കൂടി, ഡിജിറ്റുകൾ തമ്മിൽ 2 കൂടി. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ എളുപ്പമല്ലേ മക്കളെ? BG13 എന്ന് പറയുന്നത് 13 എന്തായി മാറും? 15 ആയി മാറും. അപ്പൊ തന്നെ അറിയാം ഇത് രണ്ടും അല്ല. ഓക്കെ, ദെൻ ജിയുടെ അവിടുന്ന് 4 എന്ന് പറയുമ്പോൾ HIJK. ഓക്കെ, കെ വരുന്നതാണ് FK15. ഓപ്ഷൻ സി ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. ബിയുടെ അവിടുന്ന് 4 വരുന്നത്. ബിയുടെ അവിടുന്ന് 4 വരുമ്പോൾ 1 2 3 4 FK15 എന്നുള്ള ആൻസറിലേക്ക് എത്താനായിട്ട് സാധിച്ചു. എന്തെങ്കിലും പാടുണ്ടോ? ഇത് നിങ്ങൾ നോക്ക്, ഇത് ചെയ്ത് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ റീസണിങ്ങിൽ നിന്ന് വരുന്നുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ടഫ്, TOUGH. നമുക്ക് ആൽഫബറ്റുകളെ നമ്പറുമായി കണക്ട് ചെയ്യാനുള്ളത് അവയുടെ പ്ലേസ് വാല്യൂസ് ആണ്. ടിയുടെ എത്ര?
20 യുവിന്റെ ഓയുടെ എത്ര 15 അപ്പൊ അത് അങ്ങനെ അങ്ങ് എഴുതി പോവില്ലേ ആണ്ട് 15 യുവിന്റെ എത്ര 21 ജിയുടെ എത്ര 7 എച്ചിന്റെ എത്ര 8 അപ്പൊ അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്ന അതേ പ്ലേസ് വാല്യൂസ് അങ്ങനെ അങ്ങ് എഴുതിയിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ ക്ലോവിന്റെ എന്ത് വരണം ക്ലോവ് എന്ന് പറയുന്ന വേർഡ് തന്നിട്ടുണ്ട് എത്ര സിയുടെ 3 എല്ലിന്റെ എത്ര 12 ഓയുടെ എത്ര 15 ബിയുടെ എത്ര 22 ഇയുടെ എത്ര 5 അപ്പൊ എത്ര 312 15 22 5 312 ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടിയല്ലോ അപ്പൊ എന്താ ഇവിടെ പ്ലേസ് വാല്യൂ അതുപോലെ ഇങ്ങ് എഴുതിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ വേറെ യാതൊരു ഡിഫിക്കൽട്ടി ഇല്ല അപ്പൊ ഇത് പഠിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായില്ലേ ഈ ഒരു സാധനം ആ ഒരു സാധനം നിങ്ങൾ എല്ലാവരും പഠിക്കണം ആ ഒരു സാധനം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സാധനം നമ്മൾ വളരെ വൃത്തിയായിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക ആൽഫബറ്റ് സീരീസും അവയുടെ പ്ലേസ് വാല്യൂസും അത് നമ്മുടെ ഈ എക്സാമിനകത്ത് റീസണിങ്ങിന്റെ എക്സാമിനകത്ത് നമുക്കൊരു 5 മാർക്ക് വരെ നേടിത്തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ എന്റെ മുൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് വരെ ആൽഫബറ്റിന്റെ പ്ലേസ് വാല്യൂസും അല്ലെങ്കിൽ ആൽഫബറ്റ് സീരീസും പഠിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ ആണല്ലോ ശരി അടുത്ത ക്വസ്റ്റ്യൻ ആ അതെ ഇത് വളരെ എളുപ്പമാണ് കാരണം നമുക്ക് എന്താ വന്നേക്കുന്നത് ട്രൈ എന്ന് പറയുന്ന വേർഡിനെ 63 വിളിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു ടിക്ക് നമുക്ക് 20 ആറിന്റെ നമുക്ക് 18 ഇതിന്റെ എത്രയാണ് 25 63 ഒറ്റ സംഖ്യയിലേക്കാണ് നിൽക്കുന്നത് അപ്പൊ ഇത് ആഡ് ചെയ്യണം 20 25 45 45ഉം 18ഉം എത്ര 8 5 13 4 1 63 ഇപ്പൊ ഇവിടെ എന്താ പ്ലേസ് വാല്യൂസ് ആഡ് ചെയ്തിരിക്കുക അപ്പൊ DUG പറ DUG എത്ര വരും ഡിയുടെ 4 യുവിന്റെ 21 ജിയുടെ എത്ര 7 അപ്പൊ എത്ര 4 7 11 11ഉം 21 അപ്പൊ നമുക്ക് എത്ര വരും 11 21 32 ഉത്തരം വരേണ്ടത് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പ്ലേസ് വാല്യൂസ് ആഡ് ചെയ്ത് ആ നമ്പറിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അപ്പൊ എന്താണ് ഇപ്പൊ 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കോഡിങ്ങിൽ നമ്പറുമായിട്ട് കണ്ടു ഒന്ന് ആൽഫബറ്റുകളുടെ പ്ലേസ് വാല്യൂ എഴുതുന്നു അത് ആഡ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുന്നു മറ്റൊരു ക്വസ്റ്റ്യൻ ആൽഫബറ്റ് തന്നിരിക്കുന്നു അവയുടെ പ്ലേസ് വാല്യൂ നിരത്തി എഴുതി ഉത്തരത്തിലേക്ക് കണ്ടു മറ്റൊന്ന് ആൽഫബറ്റിന് നമ്പർ കൂടെ തന്നിട്ട് മാറ്റി എഴുതുന്ന ഒരു രീതി നമ്മൾ കണ്ടു അപ്പൊ കോഡിങ്ങിൽ തന്നെ ആൽഫബറ്റുകൾ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ആൽഫബറ്റുകളെ നമ്പറുകൾ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പൊ കോഡിങ്ങിന്റെ 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ കണ്ടത് അപ്പോൾ അനലോഗി എന്ന് പറഞ്ഞാൽ എന്താണ് സിമിലർ ആയിട്ടുള്ള രീതിയെ കണ്ടെത്തി അതേ രീതിയിൽ വരുന്ന ആൻസറിനെ കണ്ടെത്തുകയാണെങ്കിൽ കോഡിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത് എങ്ങനെയാണ് കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉത്തരത്തിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഏത് വേർഡിന്റെയാണോ കണ്ടുപിടിക്കേണ്ടത് അത് നേരത്തെ തന്നിരിക്കുന്ന വേർഡുകളുടെ വെച്ച് ലോജിക്ക് വെച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു കമ്പാരിസൺ ടൈപ്പ് കോഡിംഗ് ക്വസ്റ്റ്യൻസ് ആണ് കമ്പാരിസൺ ടൈപ്പ് എന്താണ് ഹേ ഇൻ ദി ഹേ ഇൻ ദി സാക്ക് എങ്ങനെ മാറ്റി എഴുതിയിരിക്കുന്നത് ഇറ്റ് FN ENHOA ഓക്കെ അടുത്തത് ദി സാക്ക് ഈസ് ഫുൾ ദി സാക്ക് ഈസ് ഫുൾ എങ്ങനെ മാറ്റിയിരുന്നത് ENHOA GOA BU ഓക്കെ അടുത്തത് ദ ഹേ ഈസ് ഫുൾ എങ്ങനെ മാറ്റി എഴുതിയിരിക്കുന്നത് ENBU FNGOA ഓക്കെ വാട്ട് ഈസ് ദ കോഡ് ഫോർ ദ വേർഡ് സാക്ക് എന്ന് പറയുന്ന വേർഡിന്റെ കോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഇതാ നോക്ക് ഇവിടെയും ഹേ ഇൻ ദ സാക്ക് ഈസ് ഫുൾ ഇവിടെ രണ്ടിടത്തും വേർഡുകൾ തന്നിട്ടുണ്ട് ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ദി ഇവിടെയുണ്ട് 3 വേർഡിലും ആരുണ്ട് ദി ഉണ്ട് അപ്പൊ 3 വേർഡിലും കോമൺ ആയിട്ടുള്ള ലെറ്റർ കോമ്പിനേഷൻ ഏതാ EN അല്ലേ ഇതാ 3 വേർഡിലും കോമൺ ആയിട്ടുള്ള EN അപ്പൊ ദി എന്ന് പറയുന്ന വേർഡ് ഏത് ലെറ്ററിന്റെ കോമ്പിനേഷൻ EN എന്ന് പറയുന്നതാണ് ഇനി സാക്ക് ഈ സെന്റൻസിലും ഉണ്ട് അതെ ഞാൻ റെക്ടാംഗിൾ ഉപയോഗിച്ച് വരച്ചു സാക്ക് ഈ സെന്റൻസിലും ഉണ്ട് അപ്പൊ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് ആര് വന്നിട്ടുണ്ട് ദാ HO വന്നിട്ടുണ്ട് കണ്ട HO അപ്പൊ ആൻസർ ആരാ സാക്ക് എന്ന് പറഞ്ഞ ആരായിരിക്കും വരുന്നത് ഓപ്ഷൻ ബി HO ആയിരിക്കത്തില്ലേ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഈ രീതിയിൽ കമ്പയർ ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വേർഡിനെ അവിടെ ഏത് ലെറ്റർ കോമ്പിനേഷൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു എന്ന് കമ്പയർ ചെയ്താൽ മതി അതിന് ആദ്യം 3 സെന്റൻസിലുള്ള വേർഡ് ഉണ്ടെങ്കിൽ അതിന്റെ കണ്ടെത്തുക അതിനുശേഷം എന്ത് ചെയ്യുക 2 സെന്റൻസിലുള്ള വേർഡുകളുടെ വെച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്തേ ഇത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തേ ഇതേപോലെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഞാനിവിടെ ഒന്ന് എഴുതാം ലെറ്റ്സ് കുക്ക് ഡിന്നർ എങ്ങനെ മാറ്റി എഴുതിയിരിക്കുന്നത് LIMUHA അടുത്തത് ഡിന്നർ
ഈസ് ലേറ്റ്. ഡിന്നർ ഈസ് ലേറ്റ്. എന്താണ്? HAVK. അടുത്ത ലെറ്റ്സ് ഗോ ഔട്ട്. YOPAMU. വാട്ട് ഈസ് ദ കോഡ് ഓഫ് കുക്ക്? കുക്ക് കുക്ക്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം. ഇവിടെ ഡിന്നർ ഉണ്ട്, കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരുണ്ട്? HA ഉണ്ട്. സിമ്പിൾ ആയിട്ട് HA ആണ് ഡിന്നർ എന്ന് മനസ്സിലായി. ഇനി ഇവിടെയും ലെറ്റ്സ് ഉണ്ട്. ഇവിടെ ലെറ്റ്സ് ഉണ്ട്, ഇവിടെയും ലെറ്റ്സ് ഉണ്ട്. അപ്പൊ ഇവിടെയും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ആരാ മക്കളെ? ഇവിടെ MU വന്നിട്ടുണ്ട്, കണ്ടോ? സോ ക്വസ്റ്റ്യൻ കുക്ക് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. കുക്കിന് ഇവിടെ ഒരു വേർഡ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആരാ? LI. വളരെ സിമ്പിൾ ആയിട്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ഉത്തരവെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വേർഡുകൾ തരുന്നു, കുറച്ച് ലെറ്റർ കോമ്പിനേഷൻ തരുന്നു, അങ്ങനെ കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പൊ സെന്റൻസുകളിലെ വേർഡുകളും ഇപ്പുറത്ത് കിടക്കുന്ന ലെറ്റർ കോമ്പിനേഷനൂടെ കമ്പയർ ചെയ്ത് നിസ്സാരമായിട്ട് കണ്ടെത്താൻ പറ്റുന്ന, ഇതെല്ലാം ഞാൻ ഗ്രൂപ്പ് ഡിക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച, അതായത് നിങ്ങൾക്ക് സമീപ സമയങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ടെൻഷനും വേണ്ട, 30 മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് പറയാനൂടെ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ കാണിച്ചത്. എന്താണ്? അടുത്തൊരു ക്വസ്റ്റ്യൻ. 1331, 729, 343, 125. മക്കളെ ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? 125 വെച്ചാൽ 5ന്റെ ക്യൂബ് അല്ലേ? 343 വെച്ചാൽ 7ന്റെ ക്യൂബ് അല്ലേ? ഇതെന്താണ്? 9ന്റെ ക്യൂബ് അല്ലേ? അപ്പൊ ഇതെത്ര? 11ന്റെ ക്യൂബാണ് ഈ തന്നിരിക്കുന്നത്. ശരിയാണോ? അപ്പം ക്യൂബുകൾ അറിയാമെങ്കിൽ അപ്പൊ ഓഡ് നമ്പേഴ്സിന്റെ ക്യൂബാ. അപ്പൊ ഇവിടെ അടുത്ത് ആര് വരണം? 5 കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്? ഓഡ് നമ്പർ 3ന്റെ ക്യൂബ്. 3ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ എത്ര? 27. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പം ക്യൂബുകൾ അറിയാമെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു സീരീസിലെ നമ്പർ സീരീസിലെ ക്വസ്റ്റ്യൻ മാത്രമാണ്. എന്താണ്? ആദ്യം 11ന്റെ ക്യൂബ് തന്നു, പിന്നെ 9ന്റെ ക്യൂബ് തന്നു, 7ന്റെ ക്യൂബ് തന്നു, 5ന്റെ ക്യൂബ് തന്നു. സ്വാഭാവികമായിട്ടും അടുത്ത ആരുടെ ക്യൂബ് വരണം? 3ന്റെ ക്യൂബ് വരണം. അപ്പൊ ഇതും നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, വളരെ റീസെന്റ് ആയിട്ട് നടന്ന ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ സീരീസിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു കാര്യം പഠിച്ചിട്ടിരിക്കുക. എന്താണ്? സ്ക്വയറുകളും ക്യൂബുകളും നന്നായിട്ട് പഠിക്കുക. അതായത് സ്ക്വയേഴ്സിൽ നിന്നുള്ള പാഠം ക്യൂബുകളും നന്നായിട്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വൃത്തിയായിട്ട് ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 25 വരെയുള്ള സ്ക്വയറും 20 വരെയുള്ള ക്യൂബും എങ്കിലും ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് 25 വരെയുള്ള സ്ക്വയറും 20 വരെയുള്ള ക്യൂബും എങ്കിലും ബൈഹാർട്ട് ചെയ്ത് കാണാതെ പഠിച്ചു വെക്കണം. അങ്ങനെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ പ്രൈം നമ്പേഴ്സ് 100 വരെയുള്ള, ബിലോ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ നമ്പർ 1 മാത്രം ഫാക്ടർ വരുന്ന നമ്പേഴ്സ് ആണ്. വേറൊരു നമ്പറും ആ നമ്പറിന്റെ ഫാക്ടർ ആവത്തില്ല. ഇപ്പൊ 2ന്റെ ഫാക്ടർ ആണെന്ന് വെച്ചാൽ 1ഉം 2ഉം, 3യുടെ ഫാക്ടേഴ്സ് ആരാന്ന് വെച്ചാൽ 1ഉം 3ഉം, 5ന്റെ ഫാക്ടേഴ്സ് ആരാ? 5ഉം 1ഉം. അപ്പൊ ഈ നമ്പറുകളുടെ പ്രത്യേകത വേറെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാലും നമുക്ക് ഈ നമ്പറിനെ കിട്ടത്തില്ല. 1ഉം ദാറ്റ് നമ്പറും മാത്രമാണ്. അത്തരം നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. ഏറ്റവും ലീസ്റ്റ് പ്രൈം നമ്പർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ. അപ്പൊ 2, 3, 5, 7, 11, 13, 17 അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? 100ന് താഴെ വരെ വരുന്ന പ്രൈം നമ്പേഴ്സ് പഠിക്കണം. ക്യൂബ് പഠിച്ചു വെച്ചേക്കണം, സ്ക്വയർ പഠിക്കണം. ഇത്രയും കാര്യങ്ങളുടെ വൃത്തിയായിട്ട് പഠിക്കാൻ. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ആൽഫബറ്റുകളും അവയുടെ സ്ഥാനവിലകളും പഠിക്കാൻ പറഞ്ഞു. അത് നിങ്ങൾ പഠിക്കുമല്ലോ. ആൽഫബറ്റ്സ് പഠിക്കുക. എ മുതൽ ഇസഡ് വരെയുള്ള ലെറ്റേഴ്സ്. അതിൽ എയുടെ അറിയാം, 1 അറിയാം, ബിയുടെ 2 അറിയാം, സിയുടെ 3 അറിയാം, ഡിയുടെ 4 അറിയാം, ഇയുടെ 5 അറിയാം, എഫിന്റെ 6 അറിയാം. അപ്പൊ അത്രയും വരെ നമുക്കറിയാം. പിന്നെ ജി മുതലുള്ളതേ ഉള്ളൂ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളത്. എന്തായാലും എഫ് വരെയുള്ളത് ബൈഹാർട്ട് ചെയ്തറിയാം 6. അപ്പൊ 26 ലെറ്റേഴ്സ് 6 ബൈഹാർട്ട് ചെയ്തറിയാം. ഓക്കെ, അതുപോലെ വൈ ഇസഡ് അവസാനം വരുന്ന 2 ലെറ്റേഴ്സ് വളരെ സിമ്പിൾ ആയിട്ട് അറിയാം, 25, 26. അപ്പൊ 8 കൃത്യമായിട്ട് പഠിച്ചു. അപ്പൊ ഇനി എത്ര പഠിച്ചാൽ മതി? 18. അതിൽ എമ്മും എന്നും സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, കാരണം 2 ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 13ാമത്തെ ലെറ്റർ ആണ് എം, 14ാമത്തെ ലെറ്റർ ആണ് എൻ. അപ്പൊ അതും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ 10 ലെറ്റർ പഠിച്ചു. പിന്നെ 16 ലെറ്റേഴ്സ് മാത്രമേ നമ്മുടെ ഫ്രണ്ടിലുള്ളൂ. ഈ 16 ലെറ്റേഴ്സിൽ തന്നെ ടി 20ാമത്തെ T20 മാച്ച് എന്ന് ഓർത്ത് വെച്ചാൽ T 20ാമത്തെ ലെറ്റർ ആണ്. പിന്നെ എത്ര ലെറ്ററേ ഉള്ളൂ? 15ാമത്തെ ലെറ്റർ. ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ പ്രാക്ടീസ് ചെയ്താൽ ആൽഫബറ്റ് 26 ലെറ്റേഴ്സും അവയുടെ പ്ലേസ് വാല്യൂസ് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, യുവിന്റെ പ്ലേസ് വാല്യൂ എത്ര? ചുമ്മാ ഒന്ന് മെമ്മറൈസ് ചെയ്ത് നോക്കണം. T 20 ആണെങ്കിൽ യു പിന്നെ എത്ര ആയിരിക്കും വരുന്നത്? 21ാമത്തെ ലെറ്റർ ആയിരിക്കത്തില്ലേ? ഇങ്ങനെ പഠിക്കാം. PQRST. അപ്പം ടി അറിയാമെങ്കിൽ ടി കഴിഞ്ഞ് വരുന്നത് ടിയുടെ ബാക്കിലുള്ളത് പറയാം. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിച്ചു നോക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോഡ് കൂടി ഓർത്ത് നോക്കാം കേട്ടോ. അതാണ് എന്താണെന്ന് വെച്ചാൽ ഇജോട്ടി എന്താന്ന് വെച്ചാൽ 5, 10, 15, 20, 25 പൊസിഷനിൽ വരുന്ന ലെറ്റേഴ്സാണ്. അപ്പൊ ജെയുടെ എത്രയാണ്? 10, ഓയുടെ എത്ര? 15. ഇത് രണ്ടും നിങ്ങൾക്ക് ഇത് 3 ഇപ്പൊ ആൾറെഡി അറിയാം.
അപ്പൊ ജെയുടെ എത്രയാണ്? 10ാമത്തെ ലെറ്റർ. ഇജോട്ടി അറിയാമെങ്കിൽ ജെ 10ാമത് വരുന്ന ലെറ്റർ. ഒ എത്രാമത് വരുന്ന ലെറ്റർ? 15ാമത് വരുന്ന ലെറ്റർ. ടി എത്രാമത് വരുന്ന ലെറ്റർ? 20ാമത്തെ ലെറ്റർ. വൈ എത്രാമത് വരുന്ന ലെറ്റർ? 25ാമത്തെ ലെറ്റർ. ഇ എത്രാമത്തെ ലെറ്റർ? 5ാമത്തെ ലെറ്റർ. അപ്പൊ ഇജോട്ടിയിലൂടെ തന്നെ 5 ലെറ്റർ പഠിച്ചു. ഇങ്ങനെ പല കോഡുകൾ ഉണ്ടാക്കി ഈ 26 ആൽഫബറ്റ്സും അവയുടെ പ്ലേസ് വാല്യൂസും പഠിക്കുക. അപ്പൊ തന്നെ 5 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. പിന്നെന്ത് ചെയ്യുക? ഈ നമ്പർ പാറ്റേൺസ് പഠിക്കുക. നമ്പർ പാറ്റേൺസ് പഠിച്ചാൽ 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് കിട്ടും. നമ്പർ സീരീസ് കിട്ടും, നമ്പർ അനലോഗി കിട്ടും. ഇങ്ങനെയുള്ള പാറ്റേൺ അല്ലെങ്കിൽ നമ്പർ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ നമ്പറുകളുടെ പാറ്റേൺ പഠിച്ചു വെക്കാമെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആയിട്ടും കിട്ടും. അതെന്താണ്? സ്ക്വയറുകൾ നന്നായിട്ട് പഠിക്കുക, ക്യൂബുകൾ പഠിക്കുക. അവിടെ ഞാൻ പറഞ്ഞു 25 വരെയുള്ള സ്ക്വയർ പഠിക്കണം, ക്യൂബ് ഒരു 20 വരെയുള്ള ക്യൂബ് പഠിക്കുക. അതുപോലെ എന്തുകൂടെ പഠിക്കുക? പ്രൈം നമ്പേഴ്സും കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ അത് പഠിക്കാമെങ്കിൽ ആ ഒരു പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. ആ ഒരു പാർട്ടിലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് ചോദിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.